ട്രെയിനിൽ നിന്നൊക്കെ ആരോ ഫുഡൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞതിൻ്റെ കോലമാണ് ഈ കാണുന്നത്. നമ്മുടെ ആളുകൾക്ക് നല്ല വണ്ടി കൊടുത്താൽ മാത്രം പോരാ, അത് ഉപയോഗിക്കാൻ കൂടെ അവരെ പഠിപ്പിക്കണം. വെറുതെ ഫുഡ് വേസ്റ്റൊക്കെ എടുത്തങ്ങ് വലിച്ചെറിഞ്ഞേക്കണം. പ്രോപ്പറായിട്ട് ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ആൾക്കാരത് പുറത്തോട്ട് എറിഞ്ഞ് കളയും. നമസ്കാരം, എല്ലാവർക്കും ദ സൗണ്ട്മാൻ വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും ഋഷികേശ് പോകാനായിട്ടൊരു ട്രെയിൻ, ആ ട്രെയിനിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ടൂറിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാണ്. കുഞ്ചൂസ് ഹോളിഡേയ്സിൻ്റെ ഋഷികേശ്, ഹരിദ്വാർ, ആഗ്ര, ഡൽഹി ട്രിപ്പിലാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ നമ്മുടെ യാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത് ട്രെയിനിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിലാണ് യാത്ര. കുഞ്ചൂസ് ഹോളിഡേയ്സിൻ്റെ കോൺടാക്ട് നമ്പർ, ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഋഷികേശ്, ഹരിദ്വാർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ നിന്നും ഡയറക്റ്റ് ഒരു ട്രെയിൻ, ആ ട്രെയിനിലെ യാത്രയെക്കുറിച്ചാണെന്ന് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ 9:10 പുറപ്പെടുന്ന വണ്ടി ഷൊർണൂർ ഒരു 3:05 ഷൊർണൂർ ടൈം. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഷൊർണൂരിൽ നിന്നാണ്. അതിനുശേഷം കോഴിക്കോട്, കണ്ണൂർ, മംഗലാപുരം, ഉടുപ്പി, മഡ്ഗോൺ, അങ്ങനെ വളരെ കുറച്ച് സ്റ്റോപ്പുകൾ കൊണ്ട് 3100-ലധികം കിലോമീറ്റർ യാത്ര ചെയ്താണ് ഈ ട്രെയിൻ ഋഷികേശിലെത്തുന്നത്. ഈ യാത്രയിൽ ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്നത് AC 3 ടയർ എക്കണോമി എന്ന് പറഞ്ഞ കോച്ചിലാണ്. സാധാരണ AC 3 ടയർ കോച്ചിനേക്കാളും കുറച്ചുകൂടെ ചീപ്പറായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫെയർ വരുന്നത്. അതുമാത്രമല്ല, കുറച്ചുകൂടെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ലെഗ് സ്പേസ് ഇത്രയേ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാമല്ലോ, സാധാരണ AC കമ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ ലെഗ് സ്പേസ് മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല കൂളിംഗ് എല്ലാം ഉണ്ട്. ഇതുപോലെ സൺബ്ലൈൻഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ഓരോ വിൻഡോയ്ക്കും. വിശാലമായ ഗ്ലാസ് ഏരിയയ്ക്കാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൽ റേറ്റിൽ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കിട്ടും എന്ന് മാത്രം. അപ്പം നമ്മൾ ഋഷികേശിലുള്ള ഈ ട്രെയിനിൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പം നമ്മൾ കണ്ണൂർ എത്താറായി. കണ്ണൂർ, മംഗലാപുരമൊക്കെ എത്തുമ്പോഴേക്കും രാത്രിയാവും. അപ്പം നമുക്കിനി ട്രെയിനിൻ്റെ യാത്രയിൽ ഉടനീളമുള്ള കാഴ്ചകളെല്ലാം കാണാം. ഹലോ, നമ്മുടെ യാത്ര അങ്ങനെ മുംബൈക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. മുംബൈക്ക് അടുത്ത് പനവേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ്. ഈ വണ്ടിക്ക് പ്രധാനമായിട്ടും തിരക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഏറ്റവും വേഗതയിൽ മുംബൈയിലേക്കും നിസാമുദ്ദീൻ അല്ലെങ്കിൽ ഡൽഹിയിലേക്കും പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള വണ്ടിയാണിത്. ഇപ്പോൾ ഡൽഹി ചെല്ലുന്നില്ലെങ്കിലും നിസാമുദ്ദീനിൽ ഇറങ്ങാൻ പറ്റും. അതുപോലെ മുംബൈ ചെല്ലുന്നില്ലെങ്കിലും പനവേൽ ഇറങ്ങി മുംബൈക്ക് പോകാൻ പറ്റും. അങ്ങനെ മുംബൈയിലേക്കും ഡൽഹിയിലേക്കും പോകാനുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വണ്ടികളിൽ ഒന്നാണിത്. പക്ഷേ ഡെയിലി ഇല്ലാതെ മാത്രം വെള്ളിയാഴ്ച മാത്രമേ ഈ വണ്ടിയുടെ സർവീസ് ഉള്ളൂ. പിന്നെ ഏറ്റവും വേഗതയിൽ, ഏറ്റവും സ്പീഡിൽ എത്തുന്നൊരു വണ്ടിയും കൂടിയാണിത്. പനവേലിൽ 11 മണിക്കാണ് വണ്ടി എത്തേണ്ടിയിരുന്നത്. ഈ വണ്ടിയുടെ സമയം വെച്ച് നോക്കുമ്പോഴും പിന്നെ വണ്ടിയുടെ ഒരു ടൈമിംഗ്, ഇപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയം വെച്ച് നോക്കുമ്പോൾ 11 മണിക്ക് എത്തേണ്ട വണ്ടിയായിരുന്നു. പക്ഷെ നേരത്തെ എത്തിയിട്ടുണ്ട്.
വണ്ടി ഏതാണ്ട് ഒരു 20 മിനിറ്റ് നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ കിടക്കും. അതുകൊണ്ട് ആൾക്കാരെല്ലാം കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയൊരു സ്റ്റേഷനാണ്, അത്ര വലിയ സ്റ്റേഷനല്ല, എന്നാൽ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വലിയ റൂഫിംഗ് എല്ലാം കാണാം. എല്ലാവരും ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും തിരിച്ച് കയറുകയാണ്. വണ്ടി ഒരു 11:10 പുറപ്പെടുള്ളൂ. അപ്പോൾ സമയം 10:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോച്ച്. ഇവിടെ വടാപ്പാവെല്ലാം കിട്ടും കഴിക്കാൻ. അപ്പോൾ വണ്ടി പുറപ്പെടാൻ പോവുകയാണെങ്കിൽ നമുക്ക് കയറാൻ വേണ്ടി പറ്റും. മുംബൈയിലെ പ്രശസ്തമായിട്ടുള്ള മുംബൈ ലോക്കലാണ് ഈ കാണുന്നത്. സ്റ്റേഷൻ വൈകുന്നേരങ്ങളിലും രാത്രിയിലൊക്കെ സ്റ്റേഷനിൽ നിറച്ച് ഊത്തി പോന്നിട്ടില്ലേ, ഇതാ പോകുന്നു മുംബൈ ലോക്കൽ. വലിയ വലിയ ഫ്ലാറ്റുകളാണ് കാണുന്നുണ്ടോ. മുംബൈ നഗരം വളർന്ന് പുറത്തോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ വലിയ വലിയ നഗരത്തിൻ്റെ ഏരിയ കാണാം. വലിയ വലിയ കെട്ടിടങ്ങൾ, ഫ്ലാറ്റ് ബിൽഡിങ്ങുകളെല്ലാം കാണാം. ഇവിടെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നു. അതിൻ്റെ ദൂരെയായിട്ട് വീണ്ടും ടൗണിൻ്റെ ഏരിയ കാണാം നമുക്ക്. നമ്മൾ മുംബൈ എന്ന വലിയ നഗരത്തിനെ ചുറ്റി കറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഉപ്പുപാടങ്ങളാണ്. നമ്മളിപ്പോൾ മുംബൈക്ക് അടുത്ത് വാസൈ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്താറായി. അപ്പോൾ അതിൻ്റെ ഔട്ടറിലാണ് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റുന്നത്. വെസ്റ്റേൺ റെയിൽവേ മുംബൈ ഡിവിഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഇതേ വരുന്നു ലോക്കൽ, മുംബൈ ലോക്കൽ. നമ്മൾ വാസായി റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ വണ്ടിക്ക് ഒരു 10 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ട ശേഷം നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ എല്ലാ സ്റ്റേഷനുകളും ഇങ്ങനെ നിർത്തുന്ന സ്റ്റേഷനിലെല്ലാം വാട്ടറിങ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ട്രെയിനിൽ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. വെള്ളം നിറയ്ക്കുമ്പോൾ ഇതിങ്ങോട്ട് ഓവർഫ്ലോ ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ട്രെയിനിന് ചില സ്ഥലങ്ങളിലൊക്കെ 6 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്റ്റോപ്പുകൾ കുറയുമ്പോൾ നമുക്ക് വെള്ളം ചിലപ്പോൾ തീർന്നു പോയെങ്കിലൊന്നും പേടി വരും. അപ്പോൾ എന്നാലും ഉള്ള സ്റ്റേഷനിലെല്ലാം കാര്യമായിട്ട് വെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഈ തണുത്ത് വിറച്ച് ഈ കോച്ചിനകത്ത് ഇരുന്നിട്ട് കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ആശ്വാസം. ഒരു ട്രെയിൻ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. വരവ് കണ്ടിട്ട് നിർത്താനുള്ള ലക്ഷണമില്ലെന്ന് തോന്നുന്നു. അത് സ്റ്റോപ്പില്ലാത്ത വണ്ടിയായിരുന്നു. ഇനിയിപ്പോൾ ആ വണ്ടി പോയിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ വണ്ടി വിടുള്ളൂ. ഇതാണ് AC ലോക്കൽ, മുംബൈ ലോക്കലിൻ്റെ AC എയർ കണ്ടീഷൻഡ് വേർഷൻ. നമ്മുടെ യാത്ര അങ്ങനെ ഗുജറാത്തിലെത്തിയിരിക്കുകയാണ്. സൂറത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളിപ്പോൾ സൂറത്ത് എത്തിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് സൂറത്ത് സ്റ്റേഷനിൽ. ആൾക്കാർ തിങ്ങി നിറഞ്ഞൊക്കെ നിൽക്കുന്നത്. അങ്ങോട്ട് പോയി കാണാം. ആൾക്കാർ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൂറത്ത് സിറ്റിയോട് വിട പറയുകയാണ്. നമ്മൾ വഡോദര സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സൂറത്ത് കഴിഞ്ഞാൽ ഗുജറാത്തിലെ ഏറ്റവും വലിയ സിറ്റിയാണ് വഡോദര. നമ്മളിവിടെ നിന്ന് ഉടനെ പുറപ്പെടും. ഇവിടുന്ന് പുറപ്പെട്ടാൽ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റോപ്പ് എന്നാണ് ടൈം ഇതിൽ കാണിക്കുന്നത്. വണ്ടി പുറപ്പെടാറായിട്ടുണ്ട്. നമുക്ക് ഉടനെ കയറാം. മധ്യപ്രദേശിൽ ഇതാണ് വയഡക്റ്റ് നാഷണൽ ഹൈ സ്പീഡ് റെയിലിൻ്റെ വർക്ക് നടക്കുന്ന സൈറ്റ്. മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രോജക്റ്റ്. അതിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ വർക്കാണ് നടക്കുന്നത് ഈ ഒരു സൈറ്റിൽ. വലിയ പ്രോജക്റ്റാണ്. വന്നു കഴിഞ്ഞാൽ ആ ഒരു യാത്ര അല്ലെങ്കിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ള സ്വപ്നം നമുക്ക് ശരിക്കും യാഥാർത്ഥ്യമാക്കാൻ പറ്റും. വലിയ പാലങ്ങളാണ്. എനിക്ക് നല്ല ഉയരത്തിലാണ് അതിൻ്റെ ബ്രിഡ്ജ് കെട്ടി വരുന്നത്. അത് അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നില്ലേ, ആ ഉയരത്തിലായിരിക്കും ഇതിൻ്റെ പാലം വരിക. അതിൻ്റെ പണി ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഡോദരയോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറയുകയാണ്. നമ്മളിനി അടുത്ത സംസ്ഥാനം കയറാൻ പോകുന്നത് മധ്യപ്രദേശിലാണ്. അവിടെ വിട്ടാൽ പിന്നെ നമ്മുടെ അടുത്ത സംസ്ഥാനം രാജസ്ഥാനാണ്. നമ്മൾ രത്ലം സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. മധ്യപ്രദേശിലാണ് ഈ സ്റ്റേഷൻ. ഇവിടെ എത്തേണ്ട സമയത്തേക്കാളും ഒരു അരമണിക്കൂറോളം ലേറ്റായിട്ടാണ് വണ്ടി വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഇനി അടുത്ത സ്റ്റോപ്പ് രാജസ്ഥാനിലെ കോട്ട എന്ന സ്റ്റേഷനിലാണ്. അപ്പോൾ അവിടെ ഒരു 12 മണി കഴിയും എത്തുമ്പോൾ. അതിനുശേഷം പിന്നെ നമ്മൾ അടുത്ത സ്റ്റോപ്പ് നിസാമുദ്ദീനാണ്. രാവിലേക്ക് എത്തുക. രത്ലം സ്റ്റേഷൻ്റെ ഔട്ടറാണ്, ഇപ്പുറത്തെ ഔട്ടറാണ് കാണുന്നത്. നിരവധി ട്രെയിനുകൾ ഇങ്ങനെ യാത്ര പുറപ്പെടാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാത്രി യാത്ര കണ്ടിന്യൂ ആണ്. രാവിലെ 6 മണിക്ക് തന്നെ നിസാമുദ്ദീനിലെത്തി. ന്യൂഡൽഹി പോകേണ്ടവർക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനാണ് നിസാമുദ്ദീൻ. ഈ വണ്ടി ന്യൂഡൽഹി പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ നിസാമുദ്ദീൻ വഴിയാണ് പോവുക. നിസാമുദ്ദീൻ നിന്നാണ് പ്രധാനപ്പെട്ട രാജധാനി എക്സ്പ്രസ്സുകളൊക്കെ പുറപ്പെടുന്നത്. അപ്പോൾ അത് തൊട്ടപ്പുറത്ത് തന്നെ ഇറക്കുന്ന ഒരു രാജധാനി എക്സ്പ്രസ്. നമ്മുടെ ബാംഗ്ലൂരിന് യശ്വന്തൂർ എങ്ങനെയാണോ അതുപോലെയാണ് ഡൽഹിക്ക് നിസാമുദ്ദീൻ. ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് ശരിയായ പേര്. ഇവിടെ നല്ല തണുപ്പാണ്, ഭീകരമായ തണുപ്പാണ്. AC കമ്പാർട്ട്മെൻറ്റിലുള്ളതാണ് കുറച്ചുകൂടെ ചൂടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 6 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ ഹരിദ്വാറിന്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് നമ്മൾ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തേക്കാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കയറാം വണ്ടിയിൽ അല്ലേ, അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല.
നമ്മൾ ഗാസിയാബാദ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 6:46 ഇവിടെ എത്തേണ്ട സമയം. ഇപ്പോൾ അരമണിക്കൂർ ലേറ്റായിട്ട് 7:15 ആയപ്പോഴാണ് ഇപ്പം ഗാസിയാബാദ് എത്തുന്നത്. പൂർണ്ണഗിരി ജനശതാബ്ദി എക്സ്പ്രസ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ മീററ്റ് സിറ്റി സ്റ്റേഷനിലെ ഔട്ടറിലെ കാഴ്ചകളാണ് കാണുന്നത്. താമസ സ്ഥലങ്ങളും ശരി പ്രദേശങ്ങളൊക്കെ കാണാം. നമ്മളിതാ മീററ്റ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മീററ്റ് സിറ്റി ജംഗ്ഷൻ സ്റ്റേഷനാണ്, വലിയ സ്റ്റേഷനാണ്. നമ്മുടെ കേരള ഖാദി പോലെ തന്നെ മീററ്റ് ഖാദിയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇവിടുത്തെ. വണ്ടി മീററ്റ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരെല്ലാം ഇറങ്ങുന്നതാണ്. ഇനി അങ്ങോട്ട് ഡൽഹിക്ക് ശേഷം എല്ലാ സ്റ്റേഷനുകളിലും ആൾക്കാർ ഇറങ്ങുന്നതാണ്. ഇനി പ്രത്യേകിച്ച് കയറാനൊന്നുമില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നുള്ളൊരു അന്വേഷണത്തിലാണ്. ഈ വണ്ടിയിൽ പാൻട്രി ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇപ്പം കാണാനില്ല. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കാണുന്നില്ല. വണ്ടി സിഗ്നൽ ആയിട്ടുണ്ട്, കയറാം. മീററ്റ് സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ വശമാണ് കേട്ടോ. അത് ഭയങ്കര വലിയ സ്റ്റേഷനൊന്നുമല്ല, എന്നാലും തിരക്കേടില്ല. ജംഗ്ഷൻ സ്റ്റേഷനാണെന്ന് മാത്രം. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള എറണാകുളം ജംഗ്ഷൻ്റെ അത്ര വലിപ്പമൊന്നും തോന്നുന്നില്ല. നമ്മുടെ വണ്ടി പുറപ്പെടുകയാണ്. നമ്മൾ മുസാഫർ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസാഫർ നഗർ സ്റ്റേഷനെത്തി. ഇവിടെയും ഒരുപാട് ആൾക്കാർ ഇറങ്ങുകയാണ്. നമ്മൾ അടുത്ത സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് രണ്ടാമത്തെ സ്റ്റേഷനാണ് ഹരിദ്വാർ. നമുക്ക് അവിടെ ഇറങ്ങേണ്ടത്. അങ്ങോട്ട് കയറാനും ഇറങ്ങാനൊന്നും ആൾക്കാർ അധികമൊന്നും ഇല്ല. ഇനി എല്ലാവരും ഋഷികേശും ഹരിദ്വാറും പോകാനുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കിനി യാത്ര കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും നമ്മൾ ഹരിദ്വാറിൽ 12:30 എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം കാണുന്നില്ലേ? ഇത് കണ്ടോ, ഇത് കരിമ്പിൻ്റെ തോട്ടങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് നെല്ല് കൃഷി ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇത് ബസുമതി റൈസാണ്. അതിൻ്റെ ചെടികളാണ് കാണുന്നത്, അതിൻ്റെ പാടമാണ് കാണുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ കടുക് ചെടികൾ വളരുന്നുണ്ട്. വീണ്ടും കടുകിൻ്റെ പൂക്കൾ ഇങ്ങനെ ഈ പ്ലാന്റേഷൻ ഇടയിൽ കൂടെ കാണാം. പ്ലാന്റേഷൻ ആ നട്ടിരിക്കുന്ന രീതി കണ്ടറിയാം. നല്ല കറക്റ്റ് ലൈനിലാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു സ്കെയിൽ വെച്ച് വരച്ചിട്ട് അവർ നട്ടതുപോലെ അത്രയും നല്ല ലൈനിലാണ് അത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വീണ്ടും കരിമ്പിൻ തോട്ടങ്ങൾ കാണാം. ഇപ്പുറത്ത് വീണ്ടും ബസുമതി അരിയുടെ പാടം കാണാം. അതിൻ്റെ അപ്പുറമായിട്ട് വീണ്ടും കടുകിൻ പൂക്കൾ, വീണ്ടും കരിമ്പിൻ തോട്ടം. അങ്ങനെ കരിമ്പിൻ തോട്ടത്തിൻ്റെയും കടുകിൻ പൂക്കളുടെയും ബസുമതി റൈസിൻ്റെ ഒക്കെ പാടങ്ങൾ ഇങ്ങനെ നിരന്ന് കണ്ണെത്താ ദൂരത്തും കിടക്കുകയാണ്. അപ്പോൾ ഇത് റൂർക്കി എന്നൊരു സ്റ്റേഷനാണ്. നമ്മൾ ഹരിദ്വാർ ഇറങ്ങും. നെക്സ്റ്റ് സ്റ്റോപ്പ് ഹരിദ്വാറാണ്. നല്ല ട്രെയിനിൽ നിന്നൊക്കെ ആരോ ഫുഡൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞതിൻ്റെ കോലമാണ് ഈ കാണുന്നത്. നമ്മുടെ ആളുകൾക്ക് നല്ല വണ്ടി കൊടുത്താൽ മാത്രം പോരാ, അത് ഉപയോഗിക്കാൻ കൂടെ അവരെ പഠിപ്പിക്കണം. അങ്ങനെ വെറുതെ ഫുഡ് വേസ്റ്റൊക്കെ എടുത്ത് അങ്ങ് വലിച്ചെറിഞ്ഞേക്കണം പുറത്തേക്ക്. കണ്ടില്ലേ? പ്രോപ്പറായിട്ട് ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ആൾക്കാരത് പുറത്തോട്ട് എറിഞ്ഞ് കളയും. ഇവിടെയും ചെറിയ സമൂസ, സ്നാക്സ് എല്ലാം കിട്ടും. ഇപ്പോൾ വണ്ടി സിഗ്നൽ ആയിട്ടുണ്ട്, നമുക്ക് കയറാം. ഹരിദ്വാറിൽ ഈ ട്രെയിൻ എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12:25 1:35 ആകുമ്പോഴേക്കും ഈ ട്രെയിൻ ഋഷികേശിൽ എത്തുകയും ചെയ്യും. അപ്പോൾ ഈ ട്രെയിൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9:10 കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഈ വണ്ടി 3-ാം ദിവസം, അതായത് വെള്ളിയാഴ്ച പുറപ്പെട്ടാൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 ആകുമ്പോഴേക്കും ഹരിദ്വാർ എത്തും. 1:35 ഋഷികേശും എത്തും. 3111 കിലോമീറ്റർ ദൂരമാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. കൊച്ചുവേളിയിൽ നിന്ന് ഋഷികേശ് എത്താൻ അത്രയും ദൂരം 52 മണിക്കൂറുകൾ കൊണ്ടാണ് ഈ വണ്ടി കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡിൽ ഹരിദ്വാർ എന്ന പുണ്യഭൂമിയുടെ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്. चलो भाई चलो। इधर आएगा। Yeah.